ഞാൻ ആരാ? ഇതായിരുന്നു ആ സംഭവം. ലൈവ് സ്റ്റോറീസ് എന്ന ചാനലുകാർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന ഒരു കൊളാബാണ്. ഇതാണ് എൻ്റെ വീട്. യെസ്, ഇതാണ് എൻ്റെ ഫാമിലി. ഇതിൻ്റെ ക്യാപ്ഷൻ തന്നെ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഡോക്ടർ കുടുംബം വീട്ടിലേക്ക്. ഇതാണ് ഇതിൻ്റെ ക്യാപ്ഷൻ. എല്ലാവരും ഇത് കാണണം, അവരെ സപ്പോർട്ട് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഹലോ, വെൽക്കം ബാക്ക്. ഞാനും ജോക്കുട്ടനും എൻ്റെ ഫാമും ഒരുങ്ങുകയാണ്. ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നം 2 ദിവസത്തിനകം പൂവണിയുമാണ്. അതിനായിട്ട് ഫാമിനെ വൃത്തിയാക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞങ്ങൾ ഒരുങ്ങി നിൽക്കുകയാണ്. ഒരു ചെറിയ കാര്യത്തിൽ തുടങ്ങി ഇവിടെ വരെ എത്താൻ പറ്റിയതിൽ ഒത്തിരി നന്ദിയുണ്ട്. ഒത്തിരി പേരോട് കടപ്പാടും നന്ദിയും സ്നേഹവും മാത്രം. അപ്പോൾ ഞങ്ങളുടെ ഇവൻറ്റിന് വേണ്ടി എൻ്റെ ഫാം ഒരുങ്ങുന്നു, കാണണ്ടേ? സോ ഞങ്ങളുടെ ഫാമിൻ്റെ ഒരുക്കത്തിലേക്ക് കടക്കാം. ഞങ്ങളുടെ സുന്ദരി സുന്ദരന്മാരെ എല്ലാം കോസ്റ്റ്യൂമൊക്കെ ഇട്ട് റെഡിയാക്കാൻ പോവാണ്. ആദ്യമേ ക്ലെൻസിങ്, അതല്ലേ നമ്മുടെ ഒരു ചിട്ട. ഏതൊരു മേക്കപ്പിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ക്ലെൻസിങ് അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ക്ലെൻസിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിനായിട്ട് നമ്മളിവിടെ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പേ ഗ്ലൗസ് ഇടും. യെസ്, ഫസ്റ്റ് ഗ്ലൗസ് ഇട്ടു. ഇനി ആയുധം കയ്യിലെടുക്കണം. ഇതാണ് നമ്മുടെ ആയുധം, ബ്രഷ്. ഇതാണ് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോകുന്ന നമ്മളുടെ സുന്ദരിക്കുട്ടി. സോ സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ 5 വർഷമായി ഇവൾ എൻ്റെ കൂടെ കൂടിയിട്ട്. ഈ 5 വർഷത്തിനിടയ്ക്ക് വലിയ കുളിയൊന്നും നടത്തിയിട്ടില്ല കേട്ടോ. പിന്നെ മഴ വരുമ്പം ഒരു സെൽഫ് ക്ലെൻസിങ് നടത്താറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഇവൻറ്റ് വരുമ്പോൾ ഇവളാണല്ലോ മെയിൻ താരം. അപ്പോൾ ഇവളെ ഒന്ന് കുളിപ്പിച്ചേക്കാമെന്ന് വെച്ചു. അതായത് 5 വർഷത്തിനിടയ്ക്ക് ആദ്യത്തെ ഒരു ഡീപ്പ് ക്ലീനിങ് കുളിയാണിത്. യെസ്, നമ്മളെടുക്കുന്ന വെള്ളം ക്ലെൻസിങ് സൊല്യൂഷൻ വെള്ളമാണ്. അതെടുക്കുന്നു. അവളുടെ ദേഹമെല്ലാം നമ്മൾ ഈ ആനയൊക്കെ കഴുകല് ഒരച്ച് അതുപോലെ തന്നെ കഴുകിയെടുക്കുന്നു. പോട്ടെ, തിരിഞ്ഞു വരൂ, എല്ലാ സൈഡും കഴുകണം. കാരണം ഈ കാക്കകളൊക്കെ വന്നിരുന്നേ ഇവളുടെ ദേഹത്ത് മുഴുവനും വെള്ളം അപ്പിയിട്ട് വയ്ക്കും. വെള്ള അപ്പിയാണ്. അടുത്തതായിട്ട് ക്ലീൻ ചെയ്യാനുള്ളത് നമ്മുടെ ഗേറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ബ്ലാക്ക് ആയിരുന്നു, പക്ഷേ ഇപ്പം നല്ല വൈറ്റ് കോമ്പിനേഷൻ കൂടെ വന്നു. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ കാക്കകളെ അവർ വന്ന് ഇതിൻ്റെ മുകളിലിരിക്കുന്നത് അവിടെ റെസ്റ്റിംഗ് പൊസിഷനാണ്. നമ്മുടെ കോഴിക്കൂടെ ഇത് അവിടെയാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മുട്ട വീഴുന്നതും കാണാം. പിന്നെ ഒറ്റ പറക്കലാണ് ഇവിടുന്ന് അവിടെ വരെ. ആരാണ് ആദ്യം മുട്ട എടുക്കുന്നറിയാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുൾ ടൈം അവർ ഇരിക്കുന്ന ഒരു സ്ഥലമാണിത്. അങ്ങനെ ആ ഇരിപ്പിരിക്കും കുറേ സമയമാകുമ്പോൾ അവർ കാഷ്ടമിട്ട് ഇവിടെ മുഴുവനും വൈറ്റാക്കിയെടുത്തു. അപ്പോൾ അതുകൂടെ അങ്ങ് ക്ലീൻ ചെയ്ത് കളയാം. കണ്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഇത്. കംപ്ലീറ്റ് കാക്കപ്പിയാണ്, താഴെ വരെയുണ്ട്. അപ്പോൾ നമ്മളുടെ ഗേറ്റിനെ കൂടെ നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കുവാണ്. ആയുധം കയ്യിലെടുത്തു, നമ്മുടെ ക്ലെൻസിങ് സൊല്യൂഷനും എടുത്തു. ഇതിച്ചിരി നല്ല പിടുത്തം പിടിച്ചാലേ ഈ സാധനങ്ങളൊക്കെ ഒന്ന് വൃത്തിയാവും. ഇങ്ങനൊരു ഇവൻ്റ് വരുന്നതുകൊണ്ട് നമ്മളിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അല്ലെങ്കിൽ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ ആര് പോന്നു? അങ്ങനെ നമ്മുടെ ഗേറ്റ് ക്ലീൻ ചെയ്തു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനൊക്കെ പോയി. ഇപ്പം ബ്ലാക്ക് മാത്രമായി. എന്തൊരു ഐശ്വര്യമല്ലേ? ഇനിയാണ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സംഭവം, നമ്മുടെ ഫാമിൻ്റെ നെയിം ബോർഡൊക്കെ റെഡിയായി, ചെയിനും റെഡിയായി. ഇനി ഇത് നമുക്കവിടെ ഹാങ് ചെയ്യണം. നെയിം ബോർഡ് വെക്കാനായിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഏരിയ ഇതാണ്. നമുക്കൊന്ന് വെച്ച് നോക്കാം. ഒരു സൈഡിൽ ഞാൻ ചെയിൻ ഹാങ് ചെയ്തു.
ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ വെച്ച് യെസ് ആവശ്യത്തിനുള്ള ഇത് മാത്രം ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഇത് ഓവറായിട്ട് ഹാങ് ചെയ്ത് കിടക്കുകയില്ല, കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുകയും ചെയ്യും. ഓക്കെ, മുറിച്ചു മാറ്റി എന്നിട്ട് യെസ് കറക്റ്റ് പൊസിഷൻ. സോ ഇതാണ് നമ്മുടെ നെയിം ബോർഡ്. ഇതിൻ്റെ പേര് റിവീൽ ചെയ്യണം. പേര് റിവീൽ ചെയ്യാനായിട്ട് ആരെങ്കിലും ഒരു വിശിഷ്ട അതിഥികളെ വിളിച്ചാലോ? ഇനി ഇത് ഇനാഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സണെ തന്നെ കൊണ്ടുവരും. ജസ്റ്റ് വെയിറ്റ്. തുറന്നാൽ മതി. ആ പേപ്പർ ഒരു കൈ വെച്ച് പിടിച്ചിട്ട് പറ്റേ. ആ അത്രേ ഉള്ളൂ. അങ്ങ് എടുത്താൽ മതി. ആ ഇപ്പുറത്തൊന്ന് പിടിച്ചാൽ മതി വീഴ്ച. യെസ്. സോ ഇനി ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ലല്ലോ. അവർ തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. ഞാൻ ഒരു ഡെൻറ്റിസ്റ്റാണ്. ഫുൾ ഫ്ലെജ്ഡായിട്ട്, അതായത് 10 to 7 വർക്ക് ചെയ്യുന്ന ഒരു ഡെൻറ്റിസ്റ്റ് തന്നെയാണ്. പിന്നെ പിള്ളേരൊക്കെ പോയി ഉള്ള ആ ഒരു എംപ്റ്റി സമയമുണ്ടല്ലോ, നമുക്കൊത്തിരി ഫ്രീ ആയിട്ടുള്ള ടൈം, ആ ടൈമാണ് ഞാൻ കൃഷിക്കായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ നമുക്ക് ഈ എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം എന്ന് പറയുന്ന സിൻഡ്രോം ഇല്ലേ, അങ്ങനെ ഒരു സംഭവമേ ഇല്ല കേട്ടോ. അങ്ങനെ ഒരു എംപ്റ്റിനെസ് സിൻഡ്രോം ഒന്നും ഇല്ലെന്നേ. നമ്മൾ ആക്റ്റീവായിട്ടങ്ങ് നടന്നാൽ മതി. ലൈഫ് ആഫ്റ്റർ 50s ആണ് ഏറ്റവും സുഖം. പിള്ളേരില്ല, നമ്മുടെ ഫ്രീഡമുണ്ട്, നമുക്ക് എവിടെ വേണേൽ പോകാം, നമുക്ക് എന്ത് വേണേൽ ചെയ്യാം, ആരും നമ്മളോട് ചോദിക്കില്ല. എൻജോയ് യുവർ ലൈഫ്. ബിക്കോസ് നമ്മുടെ ഇൻ്റർവെല് കഴിഞ്ഞു, ഇനി സെക്കൻഡ് ഹാഫേ ഉള്ളൂ. സോ ഡോണ്ട് മിസ് യുവർ ലൈഫ്.